ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ആൻഡ്രാക്സ് ഫീച്ചർ ഓഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ തവണത്തെ വീഡിയോ സരീഷറിന്റെ വീട്ടിലെ ഫസ്റ്റ് പാർട്ടിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. കാരണം നമ്മൾ അത്രയും നല്ല രീതിയിൽ നമ്മളെ OnePlus ഫോണിലൊക്കെ ഷൂട്ട് ചെയ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലാണ് നമ്മൾ ആ വീഡിയോ ടോട്ടലി ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ. അപ്പോൾ അതിന് മുമ്പ് എന്താ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സരീഷറിന് അവിടെ നിന്ന് ഒരു ചെറിയൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രിറ്റിന്റെ ഇത് തന്നിട്ടുണ്ടായിരുന്നു, ഒരു പാക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വെച്ചിട്ടാണ് ഈ വീഡിയോ വന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂട്ടണം. എന്നിട്ട് എന്താ പറയുക, നമ്മളൊരു 20K ഒക്കെ ആകുമ്പോൾ എന്തായാലും ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഗീവ് അവേ. ഇപ്പം എന്താ പറയുക, ബേർഡ്സ് ഒക്കെ കുറച്ചൊക്കെ എഗ് ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ഗീവ് അവേ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല ബേർഡ്സിനെയോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സെറ്റപ്പ് അങ്ങനെയാണ് ഗീവ് അവേ പ്ലാൻ ചെയ്യണത്. ബേർഡ്സിനെയും അതുപോലെ തന്നെയുള്ള ഫുഡിന്റെ പ്രൈസും അങ്ങനെയൊക്കെയാണ് ആലോചിച്ചേക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഗ്രിറ്റ് കാണിച്ചു തന്നിട്ട് നമുക്ക് എന്തായാലും നേരെ സൈഡിലുള്ള ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെടാൻ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഗ്രിറ്റ്. നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ഗ്രിറ്റാണിത്. ബിയേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി, ബിയേഴ്സ് എന്നാണ് വായിക്കാൻ തോന്നുന്നു. എക്സ്ട്രാ ഗ്രിറ്റ് എന്താ പറയുക, കാൽഷ്യം എല്ലാം കൂടിയിട്ട് ഉള്ള ഒരു ഗ്രിറ്റാണ്. അതും നല്ലൊരു കമ്പനിയുടെ ഗ്രിറ്റാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കണ്ടറിയാം. സൂപ്പർ ഗ്രിറ്റാണ്. ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചിട്ടാണ് ഞാൻ. അത്രയും നല്ല ഗ്രിറ്റാണ്. പ്രാവുകൾക്കൊക്കെ ഞാനിപ്പോൾ ഇവിടെ 2 ദിവസമായി കൊടുത്തു തുടങ്ങിയിട്ട് ഈ സംഭവം പ്രാവുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ഫുഡ് കഴിക്കണ കൂടുതൽ ഗ്രിറ്റ് കഴിക്കണം എന്നുള്ള പോലെയാണ്. ഇപ്പോൾ ഗ്രിറ്റിന് ഭയങ്കര ചിലവ് ഇപ്പോൾ. അപ്പോൾ ആദ്യമായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഗ്രിറ്റ് കൊടുക്കണം. അപ്പോൾ സരീഷേട്ടന് വലിയൊരു താങ്ക്സ് ഉണ്ട് ഈ ഗ്രിറ്റ് തന്നതിന്. അപ്പോൾ ഇതുപോലെ ഗ്രിറ്റ് അതുപോലെ മിക്സഡ് ഫുഡൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സരീഷേട്ടനെ കോൺടാക്ട് ചെയ്യുക. നല്ലൊരു ഗ്രിറ്റാണ്. സരീഷേട്ട വളരെയധികം താങ്ക്സ് ഉണ്ട് ഇങ്ങനെ ഗ്രിറ്റ് തന്നതിന്. അപ്പോൾ എന്തായാലും ഇനി നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫുൾ വീഡിയോ കാണാൻ നോക്കുക. കാരണം അവസാനിക്കുമ്പോൾ കുറച്ച് നീലാമ്പരി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെ ബേർഡ്സിനെ എന്തെങ്കിലും നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോ ഇതാണല്ല മാറ്റി വെച്ച കുട്ടിയും പറപ്പനും. അതെ. ഓക്കെ, അപ്പൊ എന്താ ഈ കളറ് ഇൻഡിഗോ അല്ലേ കളറ്? ഫീമെയിൽ ഒരു ഇൻഡിഗോ കളറാണ് വരുന്നത്. ഫീമെയിൽ ആണല്ലോ ഇത്? ഫീമെയിൽ ആണ്. സൈസ് ഒക്കെ കൂടിയിട്ടുള്ള. അതെ. മെയിൽ വരുന്നത് ക്യൂ ആൽമണ്ട് ആണ്. ക്യൂ ആൽമണ്ട് മെയിലും ഇൻഡിഗോ ഫീമെയിലും. അതെ. ഇവരുടെ ഇപ്പൊ ഒരു 2 ക്ലച്ച് കുട്ടികളെ ഇറങ്ങി. അതിലൊരു സെറ്റ് കുട്ടി നമ്മുടെ ഒരു സിംഗിൾ കുട്ടി നമ്മളിപ്പോ പിടിച്ചിട്ടുണ്ട്. ഏതാ കളർ ഇറങ്ങണ? അത് ചക്കര തന്നെയാണ് കിട്ടിയത്. നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ക്യൂ ആൽമണ്ടും ഇൻഡിഗോയും. അപ്പൊ ഇത്ര ഒരു കൗതുകം കണ്ടിട്ടില്ല. ഷോർട്ട് ഫേസിന്റെ കുട്ടീനെ ബർപ്പന് വെച്ച് കൊടുത്തിട്ട് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ദുരൂഹത അല്ലെങ്കിൽ കോമഡി ഉണ്ടായില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഷോർട്ട് ഫേസിന്റെ 2 കുട്ടികൾ ഒറ്റ ടൈമിൽ പിരിഞ്ഞപ്പോ ഈ ഒരു കുട്ടിക്ക് മാത്രം ക്രോപ്പ് മിൽക്ക് കിട്ടാത്തതിന്റെ ഭാഗമായിട്ട് ഒരു ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. കുട്ടി കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെത്തി. അപ്പൊ ആ ടൈമില് ഇവരുടെ എഗ്ഗ് വിരിയാതെ എടുത്ത് കളഞ്ഞു നിൽക്കുന്ന ടൈമായിരുന്നു. അപ്പൊ കുട്ടീനെ നോക്കില്ലേ എന്നുള്ളത് അറിയില്ല. ഞാൻ 2 കൽപ്പിച്ചാണ്ട് വെച്ചു കൊടുത്തു. പക്ഷെ ആളൊന്ന് ഒരു 5 സെക്കൻഡ് കുട്ടീനെ ജസ്റ്റ് ഒന്ന് നോക്കി നേരെ കയറി ആള് ക്രോപ്പ് മിൽക്ക് കൊടുത്ത് കുട്ടീനെ ഉഷാറാക്കി എടുത്തു. അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള സംഭവം. നല്ല പേരൻസ് ആണ് അവര്. നല്ലോണം കുട്ടികളെ നല്ല പല കുട്ടികളും നോക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ബേർഡിനെ കാണാം.
പിന്നീട് ഇപ്പൊ കിടക്കണ ബേർഡ് എന്ന് പറയുമ്പോ ഇതാണല്ലേ ബർപ്പന്റെ മുമ്പ് ഇറങ്ങിയ കുട്ടി എന്ന് അതെ അതെ ഇതിന് മുമ്പത്തെ ഇറങ്ങിയിട്ടുള്ള കുട്ടിയെ നമ്മൾ ഇതൊരു വ്യത്യസ്തമായ കളറാണ്. ഇൻഡിഗോ എന്നും പറയാൻ പറ്റില്ല, കൈറ്റ് എന്നും പറയാൻ പറ്റില്ല, ചക്കർ എന്നും പറയാൻ പറ്റില്ല കളറാണ്. ഇപ്പൊ മോൾട്ടിങ്ങിലാണ് അത്. കാണുമ്പോ തന്നെ ഒരു കൗതുകമുള്ള കളറാണ് അതിനെ കാണുമ്പോ തന്നെ. ഓക്കെ, ഇത് മെയില് ഫീമെയിലും കൺഫേം ആയിട്ടില്ല. കൺഫേം ആയിട്ടില്ല, ഒരു 3 കളിലേക്ക് ആയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പൊ ലോങ് ഫേസ് അതേതാണ് സംഭവം? അത് ഇവിടെ ഇറങ്ങിയതാണോ? അതെ, നമ്മുടെ അവിടെ ഇറങ്ങിയൊരു കുട്ടിയാണ് അത്. അതിന്റെ പേരൻസിന് നമ്മുടെ ഒരു റിലേറ്റീവ് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്നെ കൊടുത്തു. അപ്പൊ അതിൽ അന്ന് ഇറങ്ങിയൊരു കുട്ടീനെ ഞാൻ പിടിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതൊരു മെയിൽ കുട്ടിയാണ് അത്. ഞാനിപ്പോ അതിനൊരു ഫീമെയിലിനെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ആരുടെ കയ്യിലെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നൊന്ന് ഇൻഫോം ആയിക്കോട്ടെ. സരീഷന്റെ നമ്പർ കൊടുക്കേണ്ട. ആരെങ്കിലും ലോങ് ഫേസിന്റെ ഫീമെയിലിനെ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയേണ്ടതാണ്. ഈ ക്വാളിറ്റിയിൽ ഇതിന് പേര് ചെയ്യാൻ പറ്റുന്ന ആണല്ലേ? ഓക്കെ, ഇത് സ്ട്രിപ്പർ അല്ലേ കളർ? സ്ട്രിപ്പർ കളർ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ലോങ് ഫേസ് ഒക്കെ ഇപ്പോൾ എന്താ പറയുക നല്ല രീതിയിൽ നോക്കി വളർത്തുന്ന ആൾക്കാരിൽ മാത്രം എത്ര നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാവുള്ളൂ കുട്ടികൾക്ക്. കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലോങ് ഫേസ് തന്നെയാണ്. അപ്പം എന്തായാലും നമുക്ക് അടുത്ത ബേർഡിനെ കാണാം. അപ്പോൾ ശരി ചേട്ടാ, ഏതാണ് നമ്മുടെ ബേർഡ്? ഇത് സാക്സൺ ബ്രിസ്റ്റ് എന്നുള്ളൊരു ഇനമാണ്. ഓക്കെ, അപ്പോൾ ബ്രീഡിംഗ് പെയറും കുട്ടികളാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് മെയിൽ ഫീമെയിൽ കാര്യങ്ങൾ? മെയിൽ ഫീമെയിൽ അതിൽ ആ പുറകിൽ നിൽക്കുന്നതാണ് മെയില്. ഏത് ബാർ ടൈപ്പ്? സാൻഡിൽ വരുന്നത് ഫീമെയില്. പിന്നെ 2 കുട്ടികളുണ്ട്. കുട്ടികൾ ഒരെണ്ണം റെഡും ഒരെണ്ണം സാൻഡിൽ തന്നെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിലെ വൈറ്റ് ബാർ വന്നേക്കുന്നതാണ് മെയിൽ. ഓക്കെ, അപ്പോൾ ഇവരുടെ എന്താ പറയുക, ബോൾ ഹെഡാണ്. ഒരു മുഖിടം പോലെ ഒരു മാർക്കിംഗ് ഉണ്ടാവും. പിന്നെ ഡബിൾ ക്രഷ് ഉണ്ടാവും. പിന്നെ നല്ല ക്യാപ്പ്, നല്ല ഇത് ബർപ്പന്റെ ക്വാളിറ്റി ഒന്നും അറിയില്ല നമ്മൾ. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാണ്. ഇപ്പൊ എന്താ പറയാ, ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡബിൾ ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റീമിൽ വരുന്ന ഒരു ക്രസ്റ്റും അതുപോലെ ബാക്കിൽ വരുന്ന ഒരു ക്രസ്റ്റും ഡബിൾ ക്യാപ്പ് ഷെൽ ക്രസ്റ്റ് ആയിരിക്കും. നല്ലപോലെ വിരിഞ്ഞിട്ട് പിന്നെ 2 സൈഡിലും നല്ല ചൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഈ വൈറ്റ് ബാർ എന്ന് പറയുന്നത് ഇപ്പൊ അധികം കാണാത്തൊരു കളറാണ്. പ്രത്യേക കളറാണ് വൈറ്റ് ബാർ. അതെ, വൈറ്റ് ബാർ മെയില്, മറ്റേത് ഫീമെയിൽ. അപ്പൊ ഇവർക്ക് ഇപ്പൊ ഈ ഇറങ്ങിയ കുട്ടികളെ കൊടുക്കാനുള്ളതാണ്. അതെ, ഓക്കെ. അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത പേരിനെ കാണാം. ഇപ്പോ ഇവിടെ അടുത്ത പേരെന്ന് പറയുമ്പോ ചൈനീസ് ഔള്. ഇവരിപ്പോ എന്താണ് പറയാനുള്ളത്? ആൽമണ്ട് ആണല്ലേ? അതെ, മെയില് വരുന്നത് ആൽമണ്ട്, ഫീമെയിൽ വരുന്നത് ഒരു കൈറ്റ് ചെക്കർ എന്നൊക്കെ വേണമെങ്കിൽ അതെ, ആൽമണ്ടിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഫീമെയിൽ ആണ്. അതിപ്പോ ഒരു പേരയിക്കാൻ ഇട്ടിട്ടുള്ളൂ. ഇപ്പൊ പേരായിട്ടില്ല, അവര് ആയിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ എന്താ പറയാ, ഫസ്റ്റ് പെയറിംഗ് ആണ്. മുമ്പ് രണ്ടിനെയും 2 സ്ഥലത്ത് എടുത്താണല്ലോ. അതെ. എന്നിട്ട് പേര് അതിപ്പോ നമ്മള് ഫീമെയിലിന് എടുത്തത് ഒരു 7 കളിലും അതുപോലെ മെയിലിന് എടുത്തത് ഒരു 5 കളിലും എടുത്തതാണ്. ഒരു പെയറായോ? പെയറായിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ഓക്കെ, അത്യാവശ്യം നല്ല നെക്ക് ടൈ ഒക്കെ ഉള്ള നല്ല ടൈപ്പ് ബേർഡ് തന്നെയാണല്ലോ, ക്വാളിറ്റി ഉള്ള. ഓക്കെ, അപ്പോൾ ചൈനീസ് ഔളിനെ പറ്റിയൊക്കെ ഇപ്പൊ എന്താ പറയാ, ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ചൈനീസ് ഔൾ ഇപ്പൊ ഒന്ന് തരംഗമായിട്ട് വരുന്നുണ്ട്. കണ്ണൂരും ഭാഗത്തൊക്കെയാണ് ഇവരുടെ മെയിൻ സ്ഥലം. നമ്മുടെ തൃശ്ശൂരുണ്ട്, പുലികളുണ്ട്, നമ്മുടെ ചെറു രഞ്ജിത്താറിനൊക്കെ പുലികളൊക്കെ ഉണ്ട്. എന്നാലും കണ്ണൂരാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരുള്ളത്. അവര് അവിടെ വേറെ സെപ്പറേറ്റ് ഇതിന് ക്ലബുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചൈനീസ് ഔൾ ക്ലബ് ഉണ്ട്. എന്താ പറയാ, ഒരു ഷോക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ബേർഡാണ് ചൈനീസ് ഔൾ. മുഖീനെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ബേർഡാണ് ചൈനീസ് ഔൾ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ബേർഡിനെ കാണാം. അത് നമ്മുടെ അടുത്ത പേരെന്ന് പറയുമ്പോ ഫാൻഡെയിലാണ്. ഇപ്പൊ ഇന്ത്യൻ ഫാൻഡെയിൽ. ഓക്കെ, ഇതിപ്പോ ഏതാ കളർ വരുന്നത്? ഇൻഡിഗോയും മെയില് വരുന്നത് ആൽമണ്ടാണ്. ക്ലാസിക് ആൽമണ്ട്. ഓക്കെ, അപ്പൊ ഇവർക്ക് ഒരു കുട്ടി ഇറങ്ങിയിട്ടില്ല അതിന് മുമ്പ്? അല്ല, ഒരു കുട്ടിയല്ല, കുറെ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു കുട്ടിയെ നമ്മളിവിടെ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഷോ ക്വാളിറ്റി ഉള്ള ഒരു കുട്ടീനെ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലിപ്പോ മെയിൽ ഏതാണ്? ആൽമണ്ട് ആണോ? ആൽമണ്ട് മെയിൽ വരണം. മറ്റേത് ഇൻഡിഗോ ഫീമെയിൽ. ഓക്കെ, ഇൻഡിഗോ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇൻഡിഗോനെ കാണാൻ വേണ്ടി. ഈ ഒരു കളർ കോമ്പിനേഷൻ കാരണം നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ക്ലാസിക് ആൽമണ്ട് കുട്ടീനെ കിട്ടുന്നില്ലേ? ഓക്കെ, ഇൻഡിഗോയും ക്ലാസിക് ആൽമണ്ടും നല്ലൊരു കോമ്പിനേഷനാണ്. ആൽമണ്ടിനെ ഇറക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. എന്താ പറയാ, ഫാൻഡെയിൽ ഇപ്പൊ കോമൺ ആണ്. അതിനെ പറ്റി ഇപ്പൊ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. ഫാൻഡെയിൽ കോമൺ ആണ്, പക്ഷെ അതില് അതിലാണ് ഭംഗിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത പെണ്ണാണ്. അപ്പൊ ഫാൻഡെയിലിനെ പറ്റി ഇപ്പൊ ഇത്ര തന്നെ പറയാനുള്ളത്. അടുത്ത പെണ്ണാണ്. അപ്പൊ ഇതിപ്പോ നമ്മുടെ എന്താ പറയാ, ഫാൻഡെയിലിന്റെ ചിക്കൻ അല്ലേ? ചിക്കൻ ഒരു 8 കളിയൊക്കെ ഉണ്ട് അല്ലേ? 8 കളി ആയിട്ടുണ്ട്. ഓക്കെ, നല്ല ഷോ ക്വാളിറ്റി എന്ന് പറയാവുന്ന രീതിയിലുള്ള നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു ബേർഡാണ്. ഇത് അവരുടെ കുട്ടിയാണല്ലേ? അവരുടെ കുട്ടി ക്ലാസിക് ആൽമണ്ട്. മെയിലാണോ ഫീമെയിലാണോ തിരിച്ചറിഞ്ഞു? ഫീമെയിൽ ആവാനാണ് ചാൻസ്. പേടിച്ചിട്ടാണ് അതിന്റെ ഫ്ലൈങ് ഫെദർ ഒക്കെ അവർക്ക് നിൽക്കുന്നത്. എന്നാലും അത്യാവശ്യം എന്താ ഇതൊക്കെ ഉള്ള വിരിവൊക്കെ ഉള്ള ഒരു ബേർഡാണ്. ഇത്തിരി ടെയിൽ കൗണ്ട് കുറവാന്നുള്ള ഒരു പ്രശ്നം. നമുക്ക് പയറിയിക്കുമ്പോ നല്ല ടെയിൽ കൗണ്ട് ഉള്ള ഒരു നല്ലൊരു മെയിലിനെ കൊണ്ട് പയറിക്കണം. അപ്പൊ കൃത്യമായിട്ട് നല്ല ക്വാളിറ്റി കുട്ടികൾ.
എന്തായാലും നമുക്ക് അടുത്ത ബേർഡിനെ കാണാം. അപ്പൊ ശരി ചേട്ടാ, ഇത് ഏതാണ് ബേർഡ്? ഇത് ഹോമറാണ് വരുന്നത്. ഓക്കെ, ഇതിലിപ്പോ എന്താണ് പ്രത്യേകത ഉള്ളത്? ഹോമർ എന്ന് പറയുമ്പോൾ അറിയാം, ഇതേപോലെ നമ്മുടെ ഒരു എന്താ പറയാ ദൂരങ്ങള് പറന്നു വരുന്നൊരു റേസിംഗ് ബേർഡ്. റേസിംഗ് ബേർഡ് അതാണ്. ഈ കളറിൽ എന്താണ് പ്രത്യേകത ഉള്ളത്? കളറിൽ ഇപ്പൊ മെയില് വരുന്നത് നമ്മുടെ ചെക്കറാണ് വരുന്നത്, ബ്ലൂ ചെക്കർ. അതിൽ സെന്ററിൽ വരുന്നത് റെഡ് ചെക്കർ, അതിന്റെ കുട്ടിയാണ്. പിന്നെ ഫീമെയില് വരുന്നത് ഒരു മൊസൈക്ക് കളറാണ് വരുന്നത്. മൊസൈക്ക് കളർ. അപ്പൊ അതിന്റെ ഒരു സംഭവം എന്താ കാണിച്ചു തരാൻ പറ്റുമോ? സംഭവം അത് രണ്ട് സൈഡും ഡബിൾ സൈഡാണ് വരിക. ഒരു സൈഡിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു വൈറ്റ് പോലെ കളറും അപ്പുറത്തെ സൈഡിൽ ഫുള്ള് ഒരു റെഡ് കയറിയിട്ടാണ് കാണുന്നത് ചെക്കർ. ഓക്കെ, ഇപ്പൊ അതിന്റെ അപ്പുറത്തെ സൈഡ് അപ്പൊ ഏതാണെന്നാണ് റെഡ് ചെക്കർ പോലത്തെ കളറാണോ? ഓക്കെ ഓക്കെ, എങ്ങനെയുള്ളതെന്നാണ് മൊസൈക്ക് എന്നാണ് പറയാല്ലേ? ഓക്കെ, അപ്പൊ അതാണ് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത. നല്ല ക്വാളിറ്റി ബേർഡാണ്. ഇതിപ്പോ ഇവിടുത്തെ കേരളത്തിലെ ബേർഡാണോ ഈ സംഭവം? ഇത് കർണാടക റിംഗ് ബേർഡ് ആണ്. നമ്മുടെ കയ്യിൽ എത്തിയത് ഇത് നമ്മുടെ റോബിൻ ചേട്ടന്റെ കെയർ ഓഫ് വഴിയാണ് നമുക്ക് എത്തിയത്. കർണാടകയുടെ ബേർഡാണ്. കർണാടക റിംഗ് ബേർഡ്. അതുപോലെ ഇതിലെ മെയില് വരുന്നത് നമ്മുടെ ഷാനിച്ചേട്ടൻ, വില്ലടം ഷാനിച്ചേട്ടന്റെ ബേർഡാണ്. ഓക്കെ ഓക്കെ ഓക്കെ, നല്ല കുട്ടിയാണ്. ആ ഒരു കുട്ടിയുടെ സ്റ്റാൻഡിങ് കാര്യങ്ങളും കണ്ടാൽ തന്നെ അറിയാം, നല്ലൊരു കുട്ടിയാണ്. അത്യാവശ്യം നല്ലോണം പറക്കണ റേസിംഗ് ലൈനേജ് ആണല്ലോ. അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ബേർഡ് കാണാം. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ വീണ്ടും അടുത്ത ഹോമർ ആണല്ലേ? അതെ. ഓക്കെ, ഇതിപ്പോ ഏതാണ് കളർ പറയാ? ഇതൊരു ബ്ലൂ സ്പ്രെഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം മെയിലിന്. ഓക്കെ, മറ്റേത് ജെറ്റ് ബ്ലാക്ക്. ജെറ്റ് ബ്ലാക്ക്. അതിപ്പോ നമുക്ക് കഴിഞ്ഞ 2 പ്രാവശ്യം നമുക്ക് ഈ ഒരു മെയിലിന്റെ കളർ കിട്ടിയിട്ടില്ല. ഇല്ല അല്ലേ? ഓരോ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം അതിന്റെ ഫീമെയിൽ. ഓക്കെ, അപ്പൊ ഇപ്പൊ കുട്ടി വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടി പറഞ്ഞ വിരിഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് വിരിഞ്ഞിരിക്കും. കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു കുട്ടി പറഞ്ഞ വിരിഞ്ഞിരിക്കുന്നുണ്ട്. അതിൽ കാണാവുന്നതാണ്. ഒരു കുട്ടീനെ വിരിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു എഗ് ഉണ്ട് അല്ലേ? ഒരു എഗ് ഉണ്ട്. ഇതിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടി നമ്മുടെ ഇവിടെ ഉണ്ട്, അതിനപ്പോ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, അപ്പൊ ഇതിനെ പറ്റി ഇതിലിപ്പോ ഏതാണ് മെയിൽ എന്ന് പറഞ്ഞ? മെയില് ചട്ടിയിലിരിക്കണം മെയിൽ. ഇതും റേസിംഗ് ലൈൻ തന്നെയാണ്. അതെ അതെ. ഇത് ഫീമെയിൽ വരുന്നത് നമ്മുടെ ആബിദ് എരുമപ്പെട്ടി. ഓക്കെ, ആളുടെ പാടാണല്ലേ? റോബിൻ ചേട്ടൻ കറപ്പിലാണ് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത പെണ്ണാണ്. അപ്പോ ഇവിടെ വന്നപ്പോ ഞാൻ ഏറ്റവും ആദ്യം നോക്കിയ സംഭവം തന്നെയാണ് നമ്മുടെ മുഖി ഇല്ല എന്നാണ് ഞാൻ ഏറ്റവും ആദ്യം നോക്കിയത്. അപ്പൊ ഇവരെ പറ്റി ഇപ്പൊ എന്താണ് പറയാനുള്ളത്? ഇതെന്താ പ്രൊജക്റ്റ് ആണോ അതെന്താ സംഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ നമ്മുടെ വ്യൂവേഴ്സിന്റെ അടുത്ത്. അതെ, സാധാരണ ഇത് കാണുമ്പോ ഇപ്പൊ വ്യൂവേഴ്സിന് തോന്നുന്നുണ്ടാവും ഇതിന്റെ ക്രോസ് ആണെന്ന് തോന്നുന്നുണ്ടാവും. ഓക്കെ, സംഭവം ഇത് നമ്മള് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബേഡാണിത്. കാരണം നമുക്ക് ക്ലാസിക് മുഗീനെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രാവളത്തിൽ തുടങ്ങിയപ്പോ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു. അതെ, അന്നത്തെ സാഹചര്യങ്ങളും നമുക്ക് ഒത്തു വന്നിരുന്നില്ല. പിന്നെ നമ്മുടെ സുഹൃത്തിന്റെ ഉണ്ടായിരുന്നു, പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ബേർഡിനെ കിട്ടാത്തൊരു അവസ്ഥയായി. പിന്നീട് അതൊരു വാശിയായി, നമുക്ക് സ്വന്തമായിട്ടൊരു ബേർഡിനെ ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുള്ളൊരു വാശിയായി. അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തൊരു ബേർഡാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും വെയിറ്റിംഗ് തന്നെയാണ്. വർഷങ്ങളാണെങ്കിലും വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. നമുക്ക് ഒരു നല്ല ക്വാളിറ്റി ഔട്ട് കിട്ടുന്നവരെ നമ്മൾ അത് ചെയ്തോണ്ടിരിക്കും. രണ്ടെണ്ണം ഇരിക്കണത് ഇപ്പൊ നമ്മൾ അതിലേക്ക് ഇടാൻ വേണ്ടിട്ട് നമ്മൾ കയറ്റാൻ വേണ്ടിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇപ്പൊ കാണുന്ന ചെക്കർ കാണുന്നത്. അത്യാവശ്യം നല്ല മാർക്കിങ്ങും ചെറിയൊരു പൊടിക്ക് ഇതാവുണ്ടെന്നുണ്ടെങ്കിലും നല്ല സ്റ്റാൻഡിങ്ങും നല്ല ഷെയ്ക്കിങ്ങും ഉള്ള ഒരു സ്റ്റേഷനുള്ള ബേർഡാണ്. നല്ല ഉണ്ടാ തന്നെ അറിയാം. ഞാൻ ആദ്യം വന്നപ്പോൾ നോക്കിയ ബേർഡുകൾ തന്നെയാണ് നമ്മുടെ സ്വന്തം മുഗി. അപ്പോൾ ഇനി എന്താ നമുക്ക് മുഗീനെ പറ്റി ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന ഒരു എല്ലാവർക്കും മുഗീനെ പറ്റി കുറേ കാര്യങ്ങൾ അറിയാമായിരിക്കും. അപ്പോൾ ബാക്കി എന്തായാലും നമുക്ക് ബാക്കിയുള്ള ബേർഡുകളെ കാണാം. അപ്പോൾ നമ്മുടെ ഇത് മുഗിയുടെ കുട്ടിയാണല്ലോ? ശരി ചേട്ടാ. ഓക്കെ, ഇതിപ്പോ ഗ്രിസിലാണ്. ഇവരുടെ പാരന്റ്സ് ആണ് ഈ ബാക്കിൽ കാണുന്നത്. പാരന്റ്സിനെ പതുക്കുന്നു നമുക്ക് പാരന്റ്സിനെ കാണിച്ചത്. പാരന്റ്സ് ഇതാണ് ഇതിന്റെ പാരന്റ്സ്. ബ്ലാക്ക് ഇപ്പൊ ബ്ലാക്ക് ഫീമെയിൽ അല്ലേ? ബ്ലാക്ക് ഫീമെയിലും ഗ്രിസില് വരുന്നത് മെയിലും. അപ്പൊ അവർക്ക് ഇറങ്ങിയ കുട്ടിയാണ് ഈ സംഭവം. ഇവരിപ്പോ ഫസ്റ്റ് ടെക്കിംഗ് ആണോ? മെയിലിന്റെ ഫസ്റ്റ് ടെക്കിംഗ് അല്ല, അവരെ മുമ്പ് ആക്കിയിരുന്നു. പക്ഷെ നമുക്ക് ഈ ഒരു കളർ കിട്ടാത്ത കാരണം ഫീമെയിൽ നമ്മളൊരു ഫീമെയിൽ കുട്ടിയോട് വിരിഞ്ഞു. ആ കുട്ടീനെ നമ്മൾ പിടിച്ചിട്ട് അത് ഫുൾ മെച്ചുവേർഡ് ആയതിനു ശേഷം പെയർ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് കുട്ടിയാണ്. ഇപ്പൊ വെയിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കുട്ടീനെ കിട്ടിയത്. കുട്ടീനെ കിട്ടിയതല്ലേ? ബ്ലാക്ക് കളർ കയറി വരുന്നുള്ളൂ. ബ്ലാക്ക് അല്ല, ഗ്രിസിൽ കയറി വരുന്നുണ്ട്. ഗ്രിസിൽ തന്നെയാണ് കുട്ടി, ടൈഗർ ഗ്രിസിലാണ്. ഓക്കെ, അപ്പോ മുഗി തന്നെയാണ്. ഇനിയിപ്പോ എന്താ അടുത്ത പെണ്ണാണ് നമുക്ക് എന്തായാലും. ശരി ചേട്ടാ, ഇതിപ്പോ ഏതാണ് ഇതിനിപ്പോ എന്താ പറയാനുള്ള ബേർഡുകളെ പറ്റിട്ട്? ഇത് മധുരൈ കട്ടമുക്കൻ അല്ലെങ്കിൽ ഷോർട്ട് ബീക്ക് ഹോമർ എന്ന് പറയുന്ന ബേർഡാണ്. ഈ ലെഫ്റ്റിലേക്ക് ഉണ്ട് അല്ലേ? അപ്പൊ റൈറ്റിലുള്ള ബേർഡ് ഏതാ? അത് അതിന്റെ ഫീമെയിൽ ആണ്. പക്ഷെ ആ ഒരു മെയിലിന്റെ ക്വാളിറ്റി വന്നിട്ടില്ല. ആ ഒരു മെയിലിന്റെ ക്വാളിറ്റി കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത്തിരി റയറാണുള്ള ബേർഡ് ഷോർട്ട് ബീക്ക് ഹോമർ. അതെ, നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു 3 പേരോളം ഉണ്ട്. ഉണ്ടല്ലേ? ഓക്കെ, ഇപ്പൊ ഇത്തിരി റയറായിട്ടുള്ള ബേർഡാണ്. ഇപ്പൊ എന്താ പറയാ, സെന്തിൽ സാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും കുറെ പേര് ഈ സംഭവത്തിനെ പറ്റിയിട്ട്. നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് ഈ ഒരു മെയിലിന്റെ ഈ ഒരു ക്വാളിറ്റിയുള്ള ബീക്കിലുള്ളത് കുറച്ച് കിട്ടാൻ പാടായിരിക്കും അല്ലേ? ഓക്കെ,
അപ്പോ ഇവരിപ്പോ ഇതിനും ബഗ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് പേരിംഗ് ആണ്. ഉണ്ടല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ബേർഡിനെ കാണാം. അപ്പൊ ഇനിയിപ്പോ ഉള്ള നമ്മുടെ അവിടെ പോസ്റ്റേഴ്സ് ആയിട്ട് നിർത്തിയാണ് ബേർഡുകളാണ്. പോസ്റ്റേഴ്സ് കൊണ്ട് ചില സമയങ്ങളിൽ അവരുടെ കുട്ടികളെ വിരിയിപ്പിക്കാറുണ്ട്. ഹോമേഴ്സും അതുപോലെ തന്നെ അറ്റത്ത് കണ്ട മുദീന, പിന്നെ കട്ടമുക്കൻ, പിന്നെ ഇതൊരു ഹോമർ, പിന്നെ ഇതൊരു ഹോമറും ബഡാങ്ങും തമ്മിലുള്ള മിക്സ് ചെയ്തിട്ടുള്ള ഒരു വയറ്, ഫ്രഞ്ച് മൊണ്ടൈന്റെ ഒരു സൈസ്. പിന്നെ ഇതാണ് നമ്മുടെ മുഗി പ്രൊജക്ട്. ഇതാണ് പ്രൊജക്ടിന്റെ സംഭവം. അതെ അതെ. അപ്പൊ ഇതിലിപ്പോ ഏതാണ് ഇപ്പൊ കളർ സംഭവങ്ങൾ? ഇപ്പൊ ഏതാണ് ഇതിലിപ്പോ? ചെക്കറാണ് മെയിൽ വന്നിട്ടുള്ളത്. ഓക്കെ. ചെക്കറും പിന്നെ ഫീമെയില് സ്റ്റിപ്പർ മോഡലാണ് വന്നിട്ടുള്ളത്. ഓക്കെ. എന്നിട്ട് അതിന്നാണ് ഇപ്പൊ ക്ലാസിക്കൽ. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ഇപ്പുറത്തുള്ള വീണ്ടും ഫോസ്റ്റേഴ്സ് ബർപ്പനും സംഭവങ്ങളൊക്കെയാണല്ലോ. ഒരു നാടൻ പേരാണ്. ഇതിലിപ്പോ പണ്ട് ഇതിനൊരു ഏകദേശം 750 രൂപ കൊടുത്തിട്ടാണ് ആ ഒരു ഫീമെയിലിനെ മാത്രം ഞാൻ വാങ്ങിയത്. ഓക്കെ ഓക്കെ. നമുക്ക് അപ്പുറത്തൊരു കേജ് ഉണ്ട്. അപ്പൊ എന്തായാലും അതിന്റെ ഉള്ളിൽ കുറച്ച് പേരുകളാണ് നമുക്ക്. അപ്പോ ഇതും നമ്മുടെ ഫോസ്റ്റേഴ്സിന്റെ പേരുകളാണ്. നമ്മുടെ നേരത്തെ കണ്ട ഷോർട്ട് ബീക്ക് ഹോമർ. അപ്പോ ഈ ഫുൾ വൈറ്റ് ഇപ്പൊ കിടക്കണ എന്താണ് സംഭവം? ഇത് ഹോമറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഹോമറാണ്. ഇപ്പൊ ഹോമറുള്ള പോസ്റ്റേഴ്സ് ആക്കാൻ വളരെ നല്ല സംഭവമാണല്ലോ. കുട്ടികൾക്ക് ഓക്കെ. വീണ്ടും ഇത് മെയില് നല്ല ക്വാളിറ്റി ഹോമറാണ്. അതിന്റെ പക്ഷെ ഫീമെയില് മിക്സ് ആണ്. നല്ല ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. പിന്നെ പുറത്ത് നമ്മുടെ മുഗി നേരത്തെ കണ്ട ടൈഗർ. ഓക്കെ. ഇപ്പൊ ഒരു കോളനി കേജ്. അപ്പൊ ഇതാണ് പറഞ്ഞ ഒരു കോളനി കേജ്. ഇപ്പൊ ഇതിൽ എന്തൊക്കെ ഉണ്ട് ശരി ചേട്ടാ മൊത്തത്തില്? ഇതിലിപ്പോ നീലമ്പരി ഒരു പേരുണ്ടാവും, പിന്നെ അവരുടെ ഒരു പേര് ചിക്ക് ഉണ്ടാവും, പിന്നെ റോഷൻ ചിരാഗ്, കട്ടമൂക്കൻ, ഹോമറിന്റെ കുട്ടികള്, ബർപ്പന്റെ കുട്ടികള്, പിന്നെ ബർപ്പനിലേക്ക് നമ്മൾ ചെയ്യുന്ന പ്രൊജക്ട് ആയിട്ട് ചെയ്യുന്ന കുറച്ച് ബേഡുകള് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇന്ത്യൻ ബ്രീഡ്സ് കോളനിയാണല്ലേ? അതെ അതെ. ഇന്ത്യൻ ബ്രീഡ് സാക്സൺ ബ്രീഡ്സിന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇന്ത്യൻ ബ്രീഡ്സിന്റെ കോളനിയാണ്. കുട്ടി വിരിഞ്ഞ് മെച്ചോർഡായ കുട്ടികളൊക്കെ നമ്മൾ ഇത് ഇട്ടിട്ട് പയറിക്കാനൊക്കെ വേണ്ടി സെലക്ട് ചെയ്യണ ഇതാണ്. ഓക്കെ. അപ്പൊ ഇതിലിപ്പോ നീലാംബരി ഉണ്ടല്ലേ? നീലാംബരി ഉണ്ട്, പിന്നെ ബഡാങ്ക് ഉണ്ട്, ടൈഗർ ടൈപ്പ് ബഡാങ്ക് ഉണ്ട് ഒരു മെയില്, പിന്നെ ഒരു പ്യൂർ വൈറ്റ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഇതിലുള്ളത്. ഇതൊന്നും കൊടുക്കാനുള്ള ഒക്കെ ഇവിടെ നിർത്തിയാലല്ലേ? അതെ അതെ. ഇതിൽ ആവശ്യമുള്ളവരെ മാത്രം നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ മാത്രം സെയിൽ പോസ്റ്റ് ഇടുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോ എന്തായാലും നമുക്ക് പതുക്കെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോ എന്താ പറയാ, ഇത്രയധികം നല്ല ബേർഡുകളും എന്താ പറയാ മാക്പി പൗഡറും ഗാഡിറ്റാനായാലും ഇത്രയും നല്ലൊരു ബേർഡുകളെ തന്നിട്ട് ഇത്ര നല്ലൊരു വീഡിയോ തന്ന സരീഷേട്ടനെ ഏറ്റവും ആദ്യത്തെ നന്ദി പറയുന്നത്. താങ്ക് യു സരീഷേട്ടൻ, അത്ര നല്ലൊരു വീഡിയോ തന്നതിന്. അപ്പോൾ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു സരീഷേട്ടൻ്റെ വീട്ടിൽ ഇങ്ങനെ വന്നിട്ട് വീഡിയോ എടുക്കണം എന്നുള്ളത്. അപ്പൊ എന്താ പറയാ, എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ എന്തെങ്കിലും സംഭവങ്ങൾ സെയിലിനുള്ള ബേർഡ്സിന്റെയോ സീഡ് മിക്സിന്റെയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സരീഷേട്ടനെ നിങ്ങൾക്ക് വിളിക്കാം, ധൈര്യമായിട്ട് വിളിക്കാം. വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം വീഡിയോ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംഭവങ്ങളും കമന്റ് ഇടാം. സരീഷേട്ടാ, താങ്ക്സ്.